നമ്മളെ 2024 RPFിൻ്റെ SI ആൻഡ് കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമുക്കെല്ലാം അറിയാം. അതിൻ്റെ സിലബസിനെ കുറിച്ചും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനകത്തിൽ മാത്സിന് എങ്ങനെ 35 മാർക്ക് വാങ്ങാമെന്നുള്ള നമ്മുടെ കുറച്ച് ഷോർട്ട് ടിപ്പുകളും കുറച്ച് ട്രിക്കുകളും ഒക്കെയാണ്. എങ്ങനെ നിങ്ങൾക്ക് 35 മാർക്ക് വാങ്ങാം? നമുക്കറിയാം മൊത്തം 120 ക്വസ്റ്റ്യൻ ആണ്. അതിനകത്തിൽ 35 മാർക്ക് നമുക്ക് മാത്സ് ആണ്. ഫുൾ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് 35 മാർക്ക് വാങ്ങാം? അതിനുള്ള 4 ടിപ്സും ട്രിക്കുകളും നമുക്കൊന്ന് നോക്കാം. മക്കളെ, ഒന്നാമത്തെ ടിപ്പ് ഇതാണ്, നോ യുവർ സിലബസ്. സിലബസ് അറിഞ്ഞ് പഠിക്കുക. അതായത് നമ്മുടെ കയ്യിലൊരു ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിച്ചു വാരിയിട്ട് പഠിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എവിടെയും നമ്മൾ എത്താൻ പോകുന്നില്ല. നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ സിലബസ് എന്താണ്. സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കുക. കാരണം നമ്മൾ പഠിക്കുന്ന മിക്കതും സിലബസിൽ ഇല്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും മിക്കവാറും നമ്മൾ പഠിക്കുന്നത്. അപ്പം സിലബസ് അറിയുക. സിലബസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് കിടപ്പുണ്ട്. അതൊന്നിന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസിനെ കുറിച്ച് നല്ലൊരു വ്യക്തമായിട്ടൊരു ധാരണ നമുക്ക് കിട്ടും. അപ്പം ആദ്യത്തെ ടിപ്പ്, നിങ്ങളുടെ സിലബസ് അറിയുക. സിലബസ് അറിഞ്ഞ് പഠിക്കുക. ഇനി സിലബസ് അറിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, അടുത്ത നമ്മുടെ ടിപ്പ്, സ്റ്റാർട്ട് ഫ്രം ദ ബേസ്. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ നാളായ ആൾക്കാരായിരിക്കും. 10ാം ക്ലാസ് ബേസിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വരത്തുള്ളൂ. അപ്പം പലരും +1 +2 ഒക്കെ മാത്സ് ആയിരിക്കത്തില്ല. മാത്സുമായിട്ടുള്ള ടച്ചൊക്കെ വിട്ടുപോയ ആൾക്കാരായിരിക്കും. കുഴപ്പമില്ല. അപ്പം നമുക്ക് ഒരു ഡിസംബർ വരെ നമ്മുടെ കയ്യിൽ സമയമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ബേസ് എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട്, നമുക്ക് ബേസ് ഒട്ടും സ്ട്രോങ് അല്ല എങ്കിൽ, നമുക്ക് ഒന്നും കൂട്ടിയാൽ 2 നമുക്ക് അറിയത്തില്ല, ആ ഒരു ലെവലിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്നും പഠിച്ചു തുടങ്ങുക. നമ്മൾ നമ്മുടെ ബേസ് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള, ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പഠിച്ച് നമ്മൾ തുടങ്ങുക. സ്റ്റാർട്ട് ഫ്രം ദ ബേസ്. നിങ്ങളുടെ ബേസ് ഒട്ടും സ്ട്രോങ് അല്ല, വീക്ക് ആണ് എങ്കിൽ യു ഷുഡ് ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ബേസ്. നിങ്ങളുടെ ബേസിൽ നിന്ന് തന്നെ നിങ്ങൾ തുടങ്ങുക. അതാണ് രണ്ടാമത്തെ ട്രിക്ക്, രണ്ടാമത്തെ ടിപ്പ്. മക്കളെ, ഇനി അടുത്ത ടിപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ, നിങ്ങളുടെ ബേസ് നിങ്ങൾ സ്ട്രോങ് ആക്കി. ബേസ് സ്ട്രോങ് ആക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സാധനം നമുക്ക് ഏത് സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഉപയോഗിക്കാൻ പറ്റണം. അതിനുവേണ്ടി എന്തുവാ മക്കളെ ചെയ്യേണ്ടത്? നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ ഈ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകങ്ങളുടെ കാര്യങ്ങളും ഡീറ്റെയിലും എല്ലാം നമ്മൾ വെറുതെ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പുസ്തകം ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒക്കെയുള്ള, അല്ലെങ്കിൽ അഡീഷണൽ ക്വസ്റ്റ്യൻസോ ഒക്കെയുള്ള ഒരു ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പ്രാക്ടീസുകൾ തുടങ്ങുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ, നമ്പർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രീവിയസ് ഇയറിൽ സമാനമായിട്ടുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളത്, റെയിൽവേ മാത്രമല്ല SSC ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾ ചുമ്മാ എടുത്തിട്ടങ്ങ് ചെയ്യുക. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഒരു ദിവസം 100 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. അതല്ല 200 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയാൽ അതിൻ്റെ ഇരട്ടി ബെനിഫിറ്റ് കിട്ടും. നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങളങ്ങ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ്. കൂടുതൽ നിങ്ങൾ എന്തുമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു അത്രമാത്രം നിങ്ങൾക്ക് എക്സാം ടൈമിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാത്സ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ടിപ്പ് നമ്പർ 3. മക്കളെ, ഇനി അടുത്തത് ടിപ്പ് നമ്പർ 4, ടേക്ക് മോക്ക് ടെസ്റ്റ്. അതായത് ഓരോ ടോപ്പിക്കുകൾ പഠിച്ചു കഴിയുമ്പോഴും ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്കൊരു ടൈം ബൗണ്ടറായിട്ട്, ഫോർ എക്സാമ്പിൾ 10 ക്വസ്റ്റ്യൻ ആണ്, ഒരു 5 മിനിറ്റാണ് തന്നേക്കുന്നതെങ്കിൽ ഈ 5 മിനിറ്റിനുള്ളിൽ ആ 10 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. അങ്ങനെ മോക്ക് ടെസ്റ്റ് എടുക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് പലതാണ്. ഒന്നാമത്തത്, നമുക്ക് ടൈം ബൗണ്ടറായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. എക്സാം എഴുതുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പേടി, ആ ഒരു എക്സാം ഫിയർ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ദൂരെ കളയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 4 ടിപ്പുകൾ. നോ യുവർ സിലബസ്, സ്റ്റാർട്ട് ഫ്രം ദ ബേസ്, പ്രാക്ടീസ് റെഗുലർലി ആൻഡ് ടേക്ക് മോക്ക് ടെസ്റ്റ്. അപ്പോൾ 2024 RPF SI ആൻഡ് കോൺസ്റ്റബിളിൻ്റെ എക്സാം നമുക്ക് ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്നത് ഈ വർഷം അവസാനമാണ്. നമുക്കിടയിൽ ഇത്രയും സമയമുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബേസിൽ നിന്നും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറുകൾ, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ, നമുക്ക് കഴിഞ്ഞുപോയ ക്ലാസ്സുകളുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ഒട്ടും തന്നെ താമസിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മളുടെ ഇഷ്ടപ്പെട്ട ആ ഒരു ജോലി, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയിലേക്ക് നമുക്ക് ഒന്നിച്ച് നമുക്ക് നടന്നു കയറാം. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.